പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ടേസ്റ്റിയായ ഒരു അടപ്രഥമനാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അടപ്പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെച്ച് അതിലേക്ക് അട ഇട്ട് കൊടുക്കാം. അട ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. അട പകുതി വേഗമാകുമ്പോൾ അതിനെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് അത് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി കുറച്ച് പച്ചവെള്ളം കൂടി അതിൽ കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിച്ച് കഴുകിയ ശേഷം ഈ അടയെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് നന്നായി വേവിക്കാം. അട വേവിക്കുമ്പോൾ ആദ്യം രണ്ടാം പാൽ ഒഴിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നാം പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ചവ്വരി നേരത്തെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി വേവിച്ച് വെക്കണം. ആ വേവിച്ച ചവ്വരി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായി വെന്ത് കുറുകിയതിന് ശേഷം നേരത്തെ തന്നെ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയും കൂടി ചേർത്ത് ഇളക്കി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അല്പം ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. അടപ്പായസം ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പായസമാണ് അടപ്പായസം. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചെറുതായി അരിഞ്ഞ തേങ്ങയും കാഷ്യൂനട്ടും കൂടി നെയ്യിൽ വറുത്ത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. ടേസ്റ്റിയായ അടപ്രഥമൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.